വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. ഞാനിപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത്. കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ് ഈശ്വർ മാൽപ്പയുടെ കുട്ടികളെക്കുറിച്ച്. ആ ഈശ്വർ മാൽപ്പയുടെ കുട്ടികൾക്ക് പുലാമന്തോൾ മൂസ് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ നൽകിയിരുന്നു. ആ ചികിത്സയിൽ ആ കുട്ടികൾക്ക് വളരെയേറെ ഫലം ലഭിക്കുകയും അതിനുശേഷം അവർ നാട്ടിലേക്ക് കൊണ്ടുപോയി 3 മാസത്തിന് ശേഷം വീണ്ടും തുടർ ചികിത്സയ്ക്കായാണ് വീണ്ടും ഈ പുലാമന്തോൾ മൂസ് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. കുട്ടികൾക്ക് വളരെ ഭേദമുണ്ടെന്ന് മാത്രമല്ല, ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം ബ്രാഹ്മി നടന്നു തുടങ്ങിയെന്നുള്ളതാണ്. ഈ ചികിത്സയിൽ ഇപ്പോൾ 3 മാസമായി ഇവിടുന്ന് പോയിട്ട് വീണ്ടും വരുന്നു. കുട്ടികളിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. കണ്ടിപ്പായി എല്ലാവർക്കും നമസ്കാര. കേരള ജനങ്ങൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എന്താ പറഞ്ഞാൽ ഫസ്റ്റിലായിട്ട് ഈ എല്ലാവരോട് ബ്ലെസ്സിങ്ങിൽ ഇപ്പോൾ ആസ്പത്രിയിലുള്ള ഡോക്ടർമാരൊന്ന് ഒരു ട്രീറ്റ്മെൻറ്റിൽ നമ്മളിപ്പോൾ നേരത്തെ പോകുന്ന സമയത്ത് 40% പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് പോകുന്ന സമയത്തിൽ. അപ്പോൾ ഡോക്ടർ 40% പറഞ്ഞിട്ട് 6 മാസം വിട്ടിട്ട് പറഞ്ഞ് ഇപ്പം 3 മാസമായിട്ടുണ്ട്. 3 മാസത്തിൽ ജാസ്തി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കുട്ടി. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞ് ഇന്നത്തെ ജാസ്തി സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക വാന്ന് 3 മാസത്തിലേക്ക് കൂപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 കുട്ടി വന്നിട്ടുണ്ട്. കാർത്തിക് പിന്നെ ബ്രാഹ്മി 2 കുട്ടി ഇന്നലെ നൈറ്റ് ഞങ്ങൾ വന്ന് വണ്ടിക്കകത്ത് 500 വർഷത്തെ പാരമ്പര്യമുള്ള പുലാമന്തോൾ മൂസ് ആയുർവേദ ഹോസ്പിറ്റൽ ഒരുപക്ഷെ കേരളം മൊത്തം ചർച്ച ചെയ്ത് പല ആശുപത്രികളിലും കൊണ്ടുപോയതിന് ശേഷം ഇവിടെ സൗജന്യ ചികിത്സ ഇവരുടെ ഒരു തണൽ ട്രസ്റ്റിൻ്റെ പേരിൽ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ, മാനേജ്മെൻറ്റ്. ആ ചികിത്സയിലൂടെ 21 എത്ര ദിവസമായിരുന്നു ആദ്യം ചികിത്സ? 3 മാസമായിട്ട്. ആദ്യം ഇവിടെ എത്ര ദിവസമായിരുന്നു ചികിത്സ? 21 days. 21 ദിവസം ഇവിടെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിൽ പോയി ബ്രാഹ്മി ആ ഇളയ കുട്ടി നടക്കാൻ തുടങ്ങിയെന്നത് വളരെ സന്തോഷം നൽകും. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നവർ, ആ കിടന്ന കിടപ്പിലായിരിക്കും എന്ന് വിചാരിച്ചിരുന്നത്, ആ കുട്ടി നടക്കാൻ തുടങ്ങി. ഇവിടെ വന്നപ്പോൾ സ്റ്റാഫുകളൊക്കെ കൈപിടിച്ചാണ് റൂമിലേക്ക് കൊണ്ടുപോയത്. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതായത് 500 വർഷത്തെ പാരമ്പര്യമുള്ള ഈ ചികിത്സാലയത്തിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണം, ജീവനക്കാരുടെ പരിചരണം, ഒരുപക്ഷെ അതിനുശേഷം നൽകിയ മരുന്നുകളുടെ ഫലശ്രുതി, അതാണ് ബ്രാഹ്മിയെ, ആ കുട്ടിയെ നടക്കുന്നതിലേക്ക് എത്തിച്ചത്. ഇനി തുടർ ചികിത്സ എങ്ങനെയാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ 3 മാസം, ഇപ്പോൾ ഈ 21 days ഇവിടെ തന്നെ പിന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാന്ന് സ്പെഷ്യലായിട്ട്. ഇപ്പോൾ ഞാൻ ഒരു ആയുർവേദ ആശുപത്രി ഒരു സൂപ്പർ നല്ലായിരുന്നു എന്നൊരു ഈ ചികിത്സ എത്ര പ്രാചീനമുള്ള ഇത് ആയുർവേദിക് വംശപരമ്പരയായിട്ട് ഇപ്പോൾ ഇവിടുന്ന് വന്ന് നമ്മളെ കുട്ടി നടക്കണമെന്ന് ഒരു വിശേഷമായി എനിക്ക്. അപ്പോൾ ഈ കുട്ടിക്ക് ഇപ്പോൾ എനിക്ക് ഇന്ന് 3 മാസം 21 days ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് കൂപ്പിട്ടിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. ഇപ്പോൾ നടക്കുമെന്ന് പിന്നെ ഈ ഡോക്ടർമാർക്ക്, എല്ലാ സ്റ്റാഫുക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയും. അങ്ങനെ നമ്മൾ കേരള എല്ലാ ജനങ്ങൾക്ക് ഞാൻ നന്ദി പറയും. ഈശ്വർ മാൽപ്പെ ഇവിടുത്തെ ഡോക്ടർമാർക്കും അല്ലെങ്കിൽ ജീവനക്കാർക്കും മാത്രമല്ല, കേരളത്തിലെ ഓരോരുത്തർക്കും പ്രത്യേകം പ്രാർത്ഥന, നന്ദിയുണ്ട്. ഈശ്വർ മാൽപ്പയുടെ 2 കുട്ടികളിലെ ബ്രാഹ്മിക്കുണ്ടായ ആ ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് ആ മാറ്റം, അതായത് ഇവിടുത്തെ ചികിത്സ കൊണ്ടാണെന്ന് പറയുമ്പോൾ പ്രത്യേകം അതൊരു വലിയ നന്ദിയോടെയാണ് ഈശ്വർ മാൽപ്പെ അത് പ്രേക്ഷകരെ അറിയിക്കുന്നത്. ഇനി അടുത്ത ചികിത്സ, 2ാം ഘട്ട ചികിത്സയിലൂടെ ഒരുപക്ഷെ കൈപിടിക്കാതെ തന്നെ നടക്കാവുന്ന അവസ്ഥയിലേക്ക് ബ്രാഹ്മി മാറും. ആ പ്രതീക്ഷയുണ്ട്. എന്തായാലും അങ്ങനെ സംഭവിക്കട്ടെ. കണ്ടിപ്പോൾ അതായത് ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കുന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് മാൽപ്പെ പറയുന്നത്. ഏതായാലും അങ്ങനെ സംഭവിക്കട്ടെ, അത് നല്ല രീതിയിൽ തന്നെ ഫലിക്കട്ടെ, നല്ല രീതിയിൽ ശുഭ പര്യവസാനം സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നിള 24 ലൈവ്.